അസ്സലാമലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ അക്വാട്ടിക് സെൻറ്ററിനെ കുറിച്ചിട്ടാണ്. ഇവിടെയാണ് എല്ലാവരും സ്വിമ്മിങ്ങിന് വരുന്നത്, അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ സ്വിമ്മിങ്ങിൻ്റെ ക്ലാസ് നടക്കുന്നതും. നമുക്ക് നാട്ടിലൊക്കെ കുഞ്ഞു മക്കളെ നീന്തൽ പഠിപ്പിക്കുക, വെള്ളത്തിലിറക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാണില്ലേ. പക്ഷേ ഇവിടെ 5 മാസം മുതൽ ട്രെയിനിങ് തുടങ്ങും. കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നണില്ലേ. പക്ഷേ ഇവർ കുഞ്ഞിലേ തന്നെ വെള്ളത്തിനോടുള്ള പേടിയും ഒക്കെ മാറ്റുന്നുണ്ട്. ഈ കുഞ്ഞു കുട്ടികളുടെ ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജാക്കറ്റ് ഇടിപ്പിച്ച് വെള്ളത്തിൽ കമഴ്ത്തി കിടത്തുക, മലർത്തി കിടത്തുക, നമ്മൾ പിടിച്ചിട്ട് തന്നെ കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ അവരെ പാട്ടൊക്കെ പഠിപ്പിച്ചിട്ട് വെള്ളത്തിൽ ജമ്പ് ചെയ്യിപ്പിക്കുക, അതുപോലെ കളിക്കാൻ കൊടുക്കുക. പിന്നെ ഇവർ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ കുട്ടികൾക്ക് നന്നായി എൻജോയ് ചെയ്യേണ്ടിയിരുന്നു. നമ്മളെ മക്കളുണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് പറയണത്. അവർ ശരിക്കും എൻജോയ് ചെയ്യേണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ലിഷർ സെൻറ്ററിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടെ ഇന്ന് ഹോക്കി പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഹോക്കിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ABCD അറിയില്ല. പക്ഷേ കാനഡയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സാണെന്ന് എനിക്കറിയാം. സാധാരണ ഇവിടെ നിറയെ ഓഡിയൻസ് ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ആൾക്കാരില്ലാതെ. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ മാളിലൊക്കെ പോയാലും കാണട്ടെ ഇതുപോലെ പ്രാക്ടീസൊക്കെ. ഇത് നമ്മുടെ സ്വിമ്മിങ്ങിൻ്റെ പൂളാണ്. ഇവിടെ വാട്ടറിൻ്റെ ലെവൽ പല സൈഡിൽ പല പോലെയാണ്. നല്ല ആഴമുള്ള സ്ഥലങ്ങളുണ്ട്. എനിക്ക് നീന്താൻ അറിയില്ല. ഞാൻ പിള്ളേരായിട്ട് വരുമ്പോൾ ഷീറ്റിൽ കിടന്ന് നീന്താറുണ്ട്. അപ്പോൾ പ്രാവശ്യം കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഷീറ്റ് തെന്നിപ്പോയപ്പോൾ നല്ല ആഴുണ്ടായിരുന്നു. എനിക്ക് കാല് നിലത്ത് മുട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ബാലൻസ് പോയ പോലെയായി. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെറിയ കുട്ടികളുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. എല്ലാ ഇതിലും അവർ കളിക്കുകയൊക്കെ ചെയ്യും. ഇതവരുടെ ട്രെയിനറാണ്. അവർക്ക് ജാക്കറ്റ് ഇടിപ്പിക്കുന്നതുകൊണ്ട് പിന്നെ അവർക്ക് അങ്ങനത്തെ അപകടങ്ങളൊന്നും പറ്റില്ല, താഴത്ത് മുങ്ങി പോകുന്നില്ല. സാധാരണ ഇവിടെ നിറയെ ആൾക്കാരുണ്ടാവാറുണ്ട്, കുട്ടികളും ലേഡീസൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, അധികം ആരുമില്ല. ഇത് നമ്മുടെ വീഗാലാൻഡിലൊക്കെ കാണുമ്പോഴത്തെ സംഭവമാണ്. ഞാൻ ഇത്ര കാലമായിട്ട് വീഗാലാൻഡിൽ പോയിട്ടും ഇതുവരെ ഞാൻ ഇതിൽ കൂടെ ഇരിക്കി വന്നിട്ടില്ല. എനിക്ക് പേടിയാണ്. ഇവിടെ ഈ വയസ്സാം കാലത്തുനിന്ന് കാനഡയിൽ വന്നതിൻ്റെ ശേഷം ഞാനിതുപോലെ ഇതിൽ കൂടെ വന്ന് ചെവിയിൽ മൂക്കിലൊക്കെ വെള്ളം കയറിയെങ്കിലും ഞാൻ കുറേ പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല നമുക്കൊരു ബാലൻസ് കിട്ടാത്ത പോലെയാണ്. ഇതിൽ വന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാകും. ഇതൊരു ട്രെയിനർ പിള്ളേരെയും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവരുടെ പേടിയൊക്കെ മാറുമല്ലോ അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അവരെ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവർ മടിയിൽ എത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. ശരിക്കും നന്നായി ട്രെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കുഞ്ഞു കുട്ടികളായാലും അല്ലാത്തവരായാലും നന്നായി ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ വലിയ കുട്ടികളാണ്. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നത് നല്ല പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ള പിള്ളേരാണ്. ഇവർ നന്നായി നീന്താൻ അറിയുണ്ടാകും. കാരണം ഞാൻ പറഞ്ഞ ആഴമുള്ള സ്ഥലം ഈ ഭാഗമാണ്. ഇവർ ഇത്ര ധൈര്യമായിട്ട് ചാടണമെങ്കിലും അതിൽ കൂടെ നീന്തി വരണമെങ്കിലും അവർക്ക് നല്ല പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. ട്രെയിനർ അവിടെ ഇരിക്കുന്നുണ്ട്. സാധാരണ എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. കുഞ്ഞു കുട്ടികളൊക്കെ ചാടുന്ന സമയത്ത് തൊട്ട് താഴെ വെള്ളത്തിൽ തന്നെ ട്രെയിനർ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ കുട്ടികളായിട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട്. ഇങ്ങനെ 2-3 തരത്തിൽ നീന്താൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ നീന്തണ പോലെ തന്നെ, പിന്നെ മലർന്ന് നിന്നിട്ട് നീന്താൻ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നീന്തിയിട്ട് മുങ്ങിപ്പോയിട്ട് നീന്തിയിട്ട് ഒരു ഭാഗത്ത് പൊന്തണത് കാണാറുണ്ട് ചെറിയ പിള്ളേരൊക്കെ ചെയ്യണത്. പിന്നെ വലിയ ആൾക്കാരൊക്കെ ഇവിടെ വരും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പിള്ളേർക്ക് പിന്നെ ഫീസ് ഉണ്ട്. വലിയ ആൾക്കാർക്ക് കയറണമെങ്കിൽ ഇവിടെ പെയ്ഡാണ്. എത്ര $3 ഇവിടെ കൊടുക്കണം. പിന്നെ നമുക്ക് അക്വാട്ടിക് സെൻറ്ററിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് ക്യാഷൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇത് കുട്ടികൾ നീന്തണമൊക്കെ കാണണമെങ്കിലൊക്കെ പുറത്തിരുന്ന് കാണാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വന്നിരുന്ന് കാണാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് പേരൻസാണ്. ചെറിയ കുട്ടികൾ മേലെ നിന്ന് ചാടാൻ വേണ്ടി വരണല്ലേ, പാവം തോന്നില്ലേ കുഞ്ഞു കുട്ടികൾ. നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഇവർ വെള്ളത്തിലിറക്കും, വീടിൻ്റെ പുറത്തിറക്കുകയൊന്നും ചെയ്യില്ല. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തും. ഇന്നത്തെ കാലത്ത് പിന്നെ പറയാൻ വേണ്ട ഒരു ഫോണും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയാൽ അവരെ ശല്യമൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ല ഇപ്പോൾ എല്ലാ പേരൻസും ചിന്തിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ എൻഗേജ് ആക്കുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ സഹായിക്കും. ഇത് ഇവന് കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ആ വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പിന്നെ ലാസ്റ്റ് അവൻ ചാടുണ്ടായിരുന്നു. ട്രെയിനർ താഴെ നിന്നിട്ട് ചാടാൻ പറയണ്ടായിരുന്നു. അങ്ങനെ ഒരു ചാടനുണ്ടായിരുന്നു. എന്താ പറയുക, ഇപ്പോൾ ഇന്ന് ലേഡീസൊന്നും ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ വീഡിയോ എടുത്തത്. അതല്ലെങ്കിൽ ലേഡീസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. ഒട്ടും തിരക്കില്ലെന്ന്, അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട്. പിന്നെ വീഗാലാൻഡിലെ പോലെ തന്നെ കുറേ സംവിധാനങ്ങളൊക്കെ വേറെ ഉണ്ടായി ഇവിടെ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ലെങ്ത് ആവുമെന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നും ഈ പൂക്കളി ചെടികളാകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, വേറൊരു വ്യത്യാസം പറ്റിയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ അക്വാട്ടിക് സെൻറ്ററിൻ്റെ വീഡിയോ എടുത്തത്. എന്തായാലും അവിടെ പോകണമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഇവിടെ കൂടെ വരുന്ന പാരൻസിന് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ പുറത്ത് കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കും. ഇവരുടെ ക്ലാസ് കഴിയണവരെ. കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ 1 മണിക്കൂറാണ് ക്ലാസ്, കുഞ്ഞു പിള്ളേർക്ക് 1/2 മണിക്കൂറാണ്. അവർ ഇവിടെ ജക്കൂസി എന്ന് പറഞ്ഞിട്ട് ഒരു പൂളും കൂടെ ഉണ്ട്. അവിടെ
ചൂടുവെള്ളം വരിക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ നമുക്ക് പ്രായമായവർക്കൊക്കെ അതെല്ലാം ഇഷ്ടമുണ്ടാവുക. പിന്നെ തണുത്ത വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് അതിൽ പോയിട്ട് ഒരു 5 മിനിറ്റൊക്കെ കുഞ്ഞു കുട്ടികളായിട്ട് ഇരിക്കാറുണ്ട്. അത് പിള്ളേർക്ക് ചൂടുവെള്ളം ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവരും നന്നായി അത് എൻജോയ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ അതിലിങ്ങനെ എന്താ പറയുക, സ്പീഡിലിങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഒരു പതഞ്ഞ പോലെയുണ്ട്. അപ്പോൾ കുട്ടികളിങ്ങനെ കൗതുകത്തോടെ നോക്കാറുണ്ട് അത് കാണുമ്പോൾ. വെള്ളം ഇതിലെ പോലെയല്ല, ഇങ്ങനെ വെള്ളം പതഞ്ഞ പോലെ വരിക. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഞാൻ. എനിക്കും വീട്ടിൽ വേഗം പോകണം എന്നുള്ള തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വേഗം കൊണ്ട് ഓടിച്ച് വീഡിയോ എടുത്താണ്. അപ്പോൾ വീഡിയോ കുറേ ലെങ്ത് ആവണ കാരണം ഞാൻ കുറേ ഭാഗങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരുപാട് ലെങ്ത് ആവും, നിങ്ങൾക്ക് കാണാനും ബോറടിക്കും. അതുപോലെ ഇവനും അതട്ടെ ഭയങ്കരമായിട്ട് ചാടാൻ പേടിയായിരുന്നു. കുറേ നേരം നിന്നിട്ട് ഇവൻ ചാടിയത്. അവിടെ ലാസ്റ്റ് അവൻ ഇരുന്ന് എന്നിട്ടൊക്കെ ചാടിയത്. അവൻ്റെ മമ്മിയോട് നിന്ന് പറയുന്നുണ്ട് ചാടാനൊക്കെ, പക്ഷേ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ആ വീഡിയോ ഞാൻ കുറേ നേരം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഷോർട്ടാക്കിയതാണ്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല വ്യൂസൊക്കെ ഉണ്ട്. എനിക്ക് എന്താ പറയുക, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അൽഹംദുലില്ലാ. കാരണം വെച്ചാൽ ഞാനൊരിക്കലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. ഇത്രയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഡെയിലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കാരണം എഡിറ്റൊക്കെ ചെയ്ത് ഞാൻ ശരിക്കും പഠിച്ചേ വരുന്നുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാത്തത്. ഇനി ഇൻഷാ അല്ലാ ഡെയിലി വീഡിയോ ഇടാൻ നോക്കണം. ഇത് പിന്നെ ഇവരെ കൂടെ വന്നിട്ടുള്ള പേരൻസിന് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ അവിടെ ഇരിക്കും, ഇവരെ ട്രെയിനിങ് കഴിയണവരെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് ഡ്രസ്സൊക്കെ നനഞ്ഞ ഡ്രസ്സുകളൊക്കെ ഉണക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ കുട്ടികൾ ചാടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതിൽ റെഡ് ഇട്ട കുട്ടിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി കാണിക്കുന്നത് അതിൻ്റെ ഒരു മെഷീനാണ് കേട്ടോ. അപ്പോൾ അതിൽ ഉണക്കാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഇനി ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുപോലെ അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ.